നമസ്കാരം. ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാരുടെ 2026 ഫെബ്രുവരി മാസഫലമാണ്. ഭാരതീയ ജ്യോതിഷത്തിലെ പ്രഥമ നക്ഷത്രമായ അശ്വതിയുടെ 2026 ഫെബ്രുവരി മാസത്തെ ഗ്രഹനിലയും അതിന്റെ ഫലങ്ങളും വിശകലനം ചെയ്യുമ്പോൾ മാറ്റങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും ഒരു സുപ്രധാന കാലഘട്ടമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കേതു ഭഗവാൻ അധിപനായ അശ്വതി നക്ഷത്രം മേടൻ രാശിയിൽ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് ഉൾപ്പെടുന്നത്. 2026 തുടക്കത്തിൽ ശനി ഭഗവാൻ മീനൻ രാശിയിലേക്ക്, അതായത് 12ാം ഭാവം പ്രവേശിക്കുന്നതോടെ അശ്വതി നക്ഷത്രക്കാർക്ക് 7ാം ശനിയിലെ ആദ്യ ഘട്ടമായ വ്യയശനി ആരംഭിക്കുന്നു. ഈ ഘട്ടം അച്ചടക്കം, സാമ്പത്തിക നിയന്ത്രണം, ആത്മീയമായ വളർച്ച എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒന്നാണ്. ഫെബ്രുവരി മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തിക, കുടുംബ ആരോഗ്യ മേഖലകളിൽ എപ്രകാരമാണ് സ്വാധീനം ചെലുത്തുന്നതെന്നും വിശദമായി നോക്കാം. ഫെബ്രുവരി മാസം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജസ്വലതയുടെയും ഒപ്പം ജാഗ്രതയുടെയും മാസമാണ്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ രാശിനാഥനായ ചൊവ്വ ഉച്ചസ്ഥിതിയിൽ, അതായത് മകരൻ രാശിയിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് തൊഴിൽപരമായ വലിയ നേട്ടങ്ങൾക്ക് വഴിതെളിക്കും. 10ാം ഭാവത്തിലെ ചൊവ്വയുടെ സാന്നിധ്യം കുജദോഷത്തിന് പകരം അധികാരവും നേതൃപാഠവും നൽകുന്ന രുചക യോഗ സമാനമായ ഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ മാസാവസാനം ചൊവ്വ കുംഭൻ രാശിയിലേക്ക് മാറുന്നതും ബുധൻ വക്രഗതിയിലാകുന്നതും ആശയവിനിമയങ്ങളിൽ തടസ്സങ്ങളും സൃഷ്ടിക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖല വിശകലനം ചെയ്യുമ്പോൾ മാസത്തിന്റെ ആദ്യ 3 വാരങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണ്. 10ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ചൊവ്വ തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നൽകും. വിദഗ്ധ വിശകലന പ്രകാരം അശ്വതി നക്ഷത്രക്കാർ ഈ സമയത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. മകരൻ രാശിയിലെ ചൊവ്വയുടെ ഉച്ചസ്ഥിതി അശ്വതി നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മികച്ച ഊർജവും ആത്മവിശ്വാസവും നൽകും. സർക്കാർ ജോലികളിൽ ഉള്ളവർക്കും ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർക്കും ഈ കാലയളവ് ഏറെ ഗുണകരമാണ്. ഫെബ്രുവരി 23 ശേഷം ചൊവ്വ കുംഭൻ രാശിയിലേക്ക് മാറുന്നതോടെ തൊഴിൽ നിന്നുള്ള ലാഭം വർദ്ധിക്കുമെങ്കിലും അധ്വാനം കൂടാനും സാധ്യതയുണ്ട്. കലാമാധ്യമ രംഗത്തുള്ളവർക്ക് അംഗീകാരം, പുരസ്കാരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. സർഗാത്മകമായ തടസ്സങ്ങൾ, ആശയവിനിമയത്തിലെ പിശകുകളൊക്കെ വരാനുമിടയുണ്ട്. ഫെബ്രുവരി 26 ആരംഭിക്കുന്ന ബുധന്റെ വക്രഗതി തൊഴിൽ കരാറുകളിൽ ഒപ്പിടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പഴയ പ്രോജക്റ്റുകൾ പുനരാരംഭിക്കാൻ ഈ സമയം അനുയോജ്യമായി കാണുന്നുണ്ട്. എന്നാൽ പുതിയവ തുടങ്ങുന്നത് ബുധന്റെ വക്രഗതി അവസാനിക്കുന്നതുവരെ നീട്ടിവെക്കുന്നത് ഉചിതമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. 11ാം ഭാവത്തിലെ രാഹുവും ശുക്രനും സാമ്പത്തിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ 12ാം ഭാവത്തിലെ ശനി അപ്രതീക്ഷിത ചിലവുകൾക്ക് കാരണമാകും. വിശകലനങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് ലാഭസ്ഥാനത്തെ ഗ്രഹക്കൂട്ടം അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം എത്തിക്കുമെങ്കിലും 7ാം ശനിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ്. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതും നിയന്ത്രിക്കേണ്ടതുമാണ്. സാമ്പത്തിക ഘടകം വരുമാന സ്രോതസ്സുകൾ, ശമ്പള വർധനവ്, ബിസിനസ് ലാഭം, പിതൃസ്വത്ത് എന്നിവയിൽ നിന്നും ചിലവുകൾ, ആരോഗ്യ ആവശ്യങ്ങൾ, യാത്രകൾ, മതപരമായ ചടങ്ങുകൾക്കും നിക്ഷേപങ്ങൾ, ദീർഘകാല നിക്ഷേപങ്ങൾ ഉചിതം. ഊഹക്കച്ചവടം ഒഴിവാക്കുക. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുവാനും ഈ മാസം സാധ്യതയുണ്ട്. വിദേശത്തു നിന്ന് പണം വരുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. ഫെബ്രുവരി 17 സൂര്യഗ്രഹണം സാമ്പത്തിക തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാം. എന്നാൽ ആ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഇടപാടുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബജീവിതം പൊതുവെ സമാധാനമായിരിക്കുമെങ്കിലും വ്യക്തിപരമായ ആശയവിനിമയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. 11ാം ഭാവത്തിലെ ശുക്രനും ബുധനും സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന മാസമാണിത്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കാനും പഴയ ബന്ധങ്ങൾ പുതുക്കാനും ഈ മാസം അവസരം നൽകും. എന്നാൽ പങ്കാളിയുമായുള്ള സംഭാഷണങ്ങളിൽ ഈഗോ കടന്നു വരാതെ ശ്രദ്ധിക്കുക. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ ആരോഗ്യത്തിലോ ചെറിയ ആശങ്കകൾ ഉണ്ടാവാനും ഇടയുണ്ട്. മാസത്തിന്റെ ആദ്യ പകുതി കുടുംബത്തോടൊപ്പം യാത്രകൾക്കോ ആഘോഷങ്ങൾക്കോ സാധ്യത കാണുന്നു. ഫെബ്രുവരി 17 സൂര്യഗ്രഹണം ബന്ധങ്ങളിൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരും. ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. മാസാവസാനം പങ്കാളിത്ത ബിസിനസ്സിലോ സംയുക്ത സംരംഭങ്ങളിലോ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. 7ാം ശനിയുടെ ആരംഭം ആരോഗ്യകാര്യങ്ങളിൽ അലസത പാടില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു. ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നത് ഉറക്കമില്ലായ്മ, കാലുകൾക്ക് വേദന, മാനസിക ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകാം. വിദഗ്ധർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അമിത ജോലിഭാരം കാരണം ഫെബ്രുവരി പകുതിയോടെ ശാരീരിക തളർച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ വ്യായാമ യോഗയും ശീലിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം, പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കോ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. കാരണം അമിത വേഗത പല അപകടങ്ങൾക്കും കാരണമാകാൻ ഇടയുണ്ടാകും.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം കഠിനാധ്വാനത്തിൻ്റെതാണ്. കേതു 5ാം ഭാവത്തിൽ നിൽക്കുന്നത് ഏകാഗ്രത കുറയ്ക്കാൻ ഇടയുണ്ടാക്കുമെങ്കിലും ശരിയായ അച്ചടക്കത്തിലൂടെ മികച്ച വിജയം നേടാനാകും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി അവസാന വാരത്തോടെ പ്രവേശന നടപടികളിൽ പുരോഗതി ഉണ്ടാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ഉച്ചസ്ഥിതി ആത്മവിശ്വാസം നൽകും. ബുധന്റെ വക്രഗതി ആരംഭിക്കുന്നവർക്ക് ഫെബ്രുവരി 26-ന് ശേഷം പഠന സാമഗ്രികൾ നഷ്ടപ്പെടാനോ ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയവ സാങ്കേതിക തകരാറുകൾ സംഭവിക്കാനോ സാധ്യതയുള്ളതിനാൽ ബാക്കപ്പ് സൂക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. അശ്വതി നക്ഷത്രം 4 പാദങ്ങളായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓരോ പാദത്തിൽ ജനിച്ചവർക്കും ഫെബ്രുവരി മാസത്തിൽ സൂക്ഷ്മ ഫലങ്ങളുണ്ട്. 1-ാം പാദം മേട നവാംശത്തിൽ വരുന്ന 1-ാം പാദക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം കൂടുതലാണ്. ഇവർക്ക് ഈ മാസം തൊഴിൽപരമായ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ ധൃതിയും മുൻചുണ്ടിയും കാരണം അവസരങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുക. 2-ാം പാദം ഇടവം നവാംശത്തിൽ വരുന്നതാണ്. ശുക്രന്റെ സ്വാധീനം ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങളും ആഡംബര വസ്തുക്കളുടെ ലഭ്യതയും ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കുക. 3-ാം പാദം മിഥുന നവാംശത്തിൽ വരുന്ന 3-ാം പാദക്കാർക്ക് ബുധന്റെ സ്വാധീനമാണ്. ആശയവിനിമയത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും. എഴുത്ത്, പ്രസംഗം തുടങ്ങിയ മേഖലയുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. 4-ാം പാദം കർക്കിടക നവാംശത്തിൽ വരുന്ന 4-ാം പാദക്കാർക്ക് ചന്ദ്രന്റെ സ്വാധീനമാണ്. വൈകാരികമായ തിരിച്ചറിവുകൾ ഈ മാസം ഉണ്ടാകും. മാതാവിന്റെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വീട് വാങ്ങുന്നതിനോ പുതുക്കി പണിയുന്നതിനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്യും. അശ്വതി നക്ഷത്രക്കാർക്ക് 7.5 ശനിയുടെ ആഘാതം കുറയ്ക്കാനും മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ അനുകൂലമായി മാറാനും ചില പരിഹാരങ്ങളുണ്ട്. ശനിദോഷ പരിഹാരങ്ങൾ. ശനി 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വ്യയശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ഹനുമാൻ ചാലിസ എല്ലാ ദിവസവും വൈകുന്നേരം ചൊല്ലുക. ശനീശ്വര പൂജ. ശനിയാഴ്ചകളിൽ ശനി ക്ഷേത്രത്തിൽ കറുത്ത എള്ള് കിഴികെട്ടി എള്ളെണ്ണയിൽ ദീപം തെളിയിക്കുക. പാവപ്പെട്ടവർക്ക് ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഭക്ഷണം, വസ്ത്രം അല്ലെങ്കിൽ പാദരക്ഷകൾ ദാനമായി നൽകുക. ഫെബ്രുവരി 15-ന് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ചൊവ്വാദോഷങ്ങൾക്ക് പരിഹാരമാണ്. സുബ്രഹ്മണ്യ ഭജനം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമോ പനിനീർ അഭിഷേകമോ നടത്തുക. ഗണപതി ഹോമം വിഘ്നങ്ങൾ മാറാൻ മാസത്തിൽ ഒരിക്കൽ നടത്തേണ്ടതാണ്. രാഹുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ വെള്ളിയാഴ്ചകളിൽ ദുർഗാക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുക.